സിനിമ അണിയറ പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ്, ഇത് കേരളമാണ്. കേരളത്തിനെ നിങ്ങൾ എന്തെല്ലാം രീതിയിൽ വളച്ചൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ കേരളീയർ ഇത് മാപ്പ് തരില്ല എന്നുള്ളത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കണ്ട് വിലയിരുത്തുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സുരേഷ് ഗോപി പാർട്ടിയിൽ പറയാൻ പറ്റാത്തത് സിനിമയിൽ വന്ന് പറയുന്നതെന്ന് തോന്നിപ്പോയി. പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെ എങ്ങനെ ഊക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ സിനിമ. അവസാനമാവുന്ന സമയത്ത് ഒരു കലാകാരൻ ചെയ്യാൻ പാടില്ലാത്ത, പ്രത്യേകിച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ഹേ സിനിഫീൽസ്, വെൽക്കം ബാക്ക്. വിവാദങ്ങൾക്കെല്ലാം ശേഷം സുരേഷ് ഗോപി, അഡ്വക്കേറ്റ് ഡേവിഡ് ഏബൽ ഡൊനോവനായി എത്തുന്ന ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ ആ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പായി നിലവിൽ നിൽക്കുന്ന മറ്റൊരു വിവാദത്തെ പറ്റിയിട്ട് കുറച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. അതായത് നീലക്കുയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയയും സാബുമോനും തമ്മിലുള്ള ആ ഒരു പ്രശ്നമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ആദ്യം തന്നെ അവരുടെ ക്യാമറ ആംഗിളും ക്യാപ്ഷൻസിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. പക്ഷേ അതേസമയം സാബുവും പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സിനിമക്കാരുടെ പുറകെ ക്യാമറയായിട്ട് നടന്ന് അവരെ ശല്യം ചെയ്ത് വീഡിയോ എടുക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഒരിക്കലും ഈ ഓൺലൈൻ മീഡിയാസ് കബഡി നിരത്തിയിട്ടൊന്നും അറിയുന്നതല്ല സിനിമക്കാർ ഇവിടെ വരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇതിന് സിനിമയുടെ പ്രൊമോഷൻ നടത്തുന്ന PR ഉണ്ട്, ഈ ഓൺലൈൻ മീഡിയാസിനെ എല്ലാം വെച്ചുള്ള അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അവിടെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ഫ്രീ ടിക്കറ്റും കൊടുത്തിട്ടാണ് ഈ ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുന്ന പാപ്പരാസികൾ എന്ന് സാബുവും പറയുന്ന ആൾക്കാർ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ മീഡിയാസ് അവരുടെ പരിപാടികൾ എടുക്കുന്ന വീഡിയോസിനും ക്യാപ്ഷനും ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് PR ചുമതലയാണ്. അത് അവരെ കൊണ്ട് റിമൂവ് ചെയ്യിക്കുക എന്നുള്ളത്. അവരോട് പറഞ്ഞാൽ അത് റിമൂവ് ചെയ്യിക്കും. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഒരു വീഡിയോയിലും ഒരു സെലിബ്രിറ്റിയും പറയുന്നില്ല എൻ്റെ ഫോട്ടോ എടുക്കരുത്, എൻ്റെ വീഡിയോ എടുക്കരുത് എന്നുള്ളത്. അത് കാണാൻ ആളുണ്ട്, അത് കമൻറ്റ് ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ അത് എടുക്കുന്ന അവർക്കാണ് പ്രശ്നം. ₹1 പോലും ചിലവില്ലാതെ ഈ കാണുന്ന ഓൺലൈൻ മീഡിയാസിനെ, അത് ക്യാമറ തൂക്കി നടക്കുന്ന സ്വയം പ്രഖ്യാപിത ഓൺലൈൻ മീഡിയാസിനെ കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ സിനിമ പ്രൊമോഷൻ നടത്തുന്നത്. അപ്പോൾ പ്രൊമോഷനെല്ലാം ഇവരെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ മീഡിയാസ് എല്ലാം പാപ്പരാസികളാണ്, അവർ സിനിമക്കാർക്ക് ശല്യമാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് ലോക സിനിമയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓൺലൈൻ മീഡിയാസും പാപ്പരാസികളിൽ നിന്ന് വിളിക്കുന്ന ഇവരെ കുറ്റം പറഞ്ഞത് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരാളല്ല. സാബുമോൻ ഇവരെ ഇല്ലാതെ സാബുമോൻ ഒരു സിനിമ ചെയ്യാനും പറ്റത്തില്ല. സാബുമോൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ മാത്രം നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അപ്പോൾ ഈ സിനിമാ മേഖലയിലുള്ളവർ തന്നെ ഇവരുടെ സിനിമ പ്രൊമോഷനായിട്ട് ഇവരെ വിളിക്കുകയും അത് ഇവർ ഷൂട്ട് ചെയ്ത് ഓൺലൈനിൽ ഇടുമ്പോൾ അത് കാണാനും തെറിവിളിക്കാനും ഒക്കെ ആളുള്ളിടത്തോളം കാലം ഈ ഓൺലൈൻ മീഡിയ ഇവിടെ ഉണ്ടാകും. ഇതിപ്പോൾ സിനിമയിൽ നിന്ന് ഒരുപാട് പേര് പെണ്ണ് കേസിലും കഞ്ചാവ് കേസിലും ഒക്കെ പ്രതിയായതിനു ശേഷം മലയാള സിനിമ മുഴുവൻ ഇങ്ങനെയാണെന്ന് പറയുന്ന പോലെയാണ് സാബുമോൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ നീലക്കുയിലിൻ്റെ വീഡിയോയിൽ പോയി തെറി വിളിക്കുന്നവരാടാണ് പറയുന്നത്. പിന്നെ എന്താണ് ക്യാമറ കാണിച്ചപ്പോൾ ഇവർ മുഖം കാണിക്കാതെ ഓടി എന്നൊക്കെ പറയുന്നത്. അവർക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മുഖം കാണിക്കണോ വേണ്ടേ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ഈ പറയുന്ന സെലിബ്രിറ്റി പ്രോഗ്രാം ഒരു പബ്ലിക് ഇവൻറ്റ് വിളിച്ചിട്ട് ആരും പറയുന്നില്ല വീഡിയോ എടുക്കരുതെന്ന്. ഈ മീഡിയാസിനെ വിളിക്കുന്നത് തന്നെ മാക്സിമം വീഡിയോ എടുക്കാനാണ്. എന്നെങ്കിൽ പിന്നെ ആ PR മുന്നേ പറയണം ഞങ്ങളുടെ ഇങ്ങനത്തെ വീഡിയോ പറ്റില്ല, ഇങ്ങനത്തെ ക്യാപ്ഷൻ കൊടുക്കരുത്, ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് സാബുമോൻ വിവാദം. അപ്പോൾ എന്തായാലും നമുക്ക് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കണ്ടറിഞ്ഞ ഓഡിഷൻ്റെ റിവ്യൂയിലേക്ക് പോകാം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്താൽ നേരെ റിവ്യൂയിലേക്ക്. പെട്ടെന്ന് ജാനകി വിവാദങ്ങൾ കത്തിക്കൊഴുക്കുവാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ സുരേഷ് ഗോപി, ഉണ്ണിമുകുന്ദൻ സിനിമകൾക്ക് നെഗറ്റീവ് പറഞ്ഞുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ട് അതിനെ കാണുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ പറയാമോ? സിനിമാ പ്രേമി എന്ന നിലയിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഓവറോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി നമുക്ക് ഒരുപാട് നല്ല മെസ്സേജുകൾ തരാൻ സാധിച്ചു. പക്ഷേ ആ എക്സ്പെക്റ്റേഷനോട് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴാണ് ഇത് ശരിക്കും രാഷ്ട്രീയമാണോ വിവാദമാണോ എന്നുള്ളത് മലയാളികളെ നിങ്ങൾ കണ്ട് വിലയിരുത്തുക. കാരണം ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള പോയിന്റിന് പകരം മേ ബി കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ ജാനകി ജസ്റ്റിസ് ഫോർ ഹ്യൂമാനിറ്റി എന്നിട്ടെന്നാൽ പോലും നമുക്ക് നന്നായിരുന്നു. അവിടെ കേരളത്തിനെ വിവാദമാക്കാൻ വേണ്ടി മാത്രം ഒരു ചോദ്യം ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നതും. സുരേഷ് ഗോപി വിസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ് സിനിമ. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു അതുല്യ ഒരു സിനിമാ നടൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിനെ അംഗീകരിക്കുന്നു, ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് ഹാഫ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഹാഫ് ഇത് രാഷ്ട്രീയമാണ്, ഈ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു. ഈ പടത്തിന് ഒരു ഹൈപ്പ് കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ അവർ തന്നെ അണിയറ പ്രവർത്തകർ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇതിനെ ഒന്ന് വിവാദമാക്കാൻ ശ്രമിച്ചു. അതാണ് ആ പേരിനെ എടുത്ത് യൂസ് ചെയ്തത്. എന്തെല്ലാം പടങ്ങൾ വരുന്നു, ഏതെല്ലാം തരത്തിൽ പോകുന്നു, ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ചില പടത്തിന് മുന്നോടിയായി കാണിക്കുന്നു ഇത് തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഇതിന് ശരിക്കും സാങ്കല്പികമാണോ, ഇത് നാച്ചുറലാണോ, സൂപ്പർ നാച്ചുറൽ എന്നുള്ളത് നമ്മൾ മലയാളികൾ കണ്ട് വിലയിരുത്തട്ടെ. ഇത് ശരിക്കും ഇതിനകത്ത് ഒരു കാരണം, ഇത് കേരളമാണ്. എൻ്റെ ബഹുമാനപ്പെട്ട സിനിമ അണിയറ പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ്, ഇത് കേരളമാണ്. കേരളത്തിനെ നിങ്ങൾ എന്തെല്ലാം രീതിയിൽ വളച്ചൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ കേരളീയർ ഇത് മാപ്പ് തരില്ല എന്നുള്ളത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കണ്ട് വിലയിരുത്തുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒറ്റ പോയിന്റ്, ബഹുമാനപ്പെട്ട നമ്മുടെ ഈ കേരളം ഭരിക്കുന്നത് ആരെ ആയിക്കൊണ്ട് പോകട്ടെ, ഇപ്പോൾ ഇടതായിക്കോട്ടെ, ഇനി മേ ബി നെക്സ്റ്റ് ഇടത് വരികയോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന വലതും ആയിക്കോട്ടെ, ഈ കേരളത്തിൻ്റെ എല്ലാ കുടിലുകളിലും ശൗചാലയമുണ്ട് എന്നുള്ള വിവരം അത് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിയുടെ പോയിന്റിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇത്. കേരളം ഇത് കണ്ടിട്ട് മറുപടി തരും. ഓക്കെ, അല്ല സിനിമ എലമെന്റ് ആയിട്ട് കൊമേഴ്ഷ്യൽ ഐറ്റംസോ നമുക്ക് കൈയടിക്കാനുള്ള ഇപ്പൊ നേര് കണ്ടപ്പോൾ ലാലേട്ടന്റെ അങ്ങനത്തെ ഒരു പെർഫോമൻസ്
ഇല്ല, ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിന് പറ്റിയ പണി ആക്ടിങ് ആണ്. പക്ഷെ എന്തെന്നറിയോ, ആക്ടിങ്ങിനോടൊപ്പം അദ്ദേഹം വേറെ പലതും കൂടെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുമ്പോൾ തന്റെ കഴിവിനെ താൻ തന്നെ സ്വയം പുനഃപരിശോധിക്കാണ്ട് കൊണ്ടുവരുന്ന കുറെ ചോദ്യങ്ങൾ ഇതിനകത്ത് തരുന്നുണ്ട്. കൊള്ളൂല ബ്രോ, വളരെ മോശം സിനിമയാണ്. പിന്നെ കണ്ടന്റ് ഒക്കെ മുമ്പ് ഇതിനു മുമ്പ് ഒരുപാട് പടത്തിൽ വന്ന കണ്ടന്റാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഹൈ മൂവ്മെന്റ് വരുമെന്ന് പറഞ്ഞാൽ കുറേ നേരം കണ്ടു നോക്കി. ഇന്റർവെല്ലിന് കുറച്ച് മുമ്പേ ഒന്ന് പടം ടേക്ക് ഓഫ് ആയ പോലെ തോന്നി, പിന്നെ കൊണ്ട് മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞു. ആ പീഡനവും ഇതൊക്കെ തന്നെ സ്ഥിരം. എന്തിനാണ് എങ്ങനെയാണെന്നൊന്നും ഉള്ളൊരു ചുമ്മാ വിക്ടിം പ്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാണുന്ന പ്രേക്ഷകർ ഒരു കണ്ടന്റ് വേണം. സിനിമയാണ്, അല്ലാതെ പൊളിറ്റിക്കലാക്കാൻ നോക്കിയതാണോ പ്രശ്നമായത്? മെയിൻ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെ എങ്ങനെ ഊക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ സിനിമ. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിനെ ചിലപ്പോൾ ഡയറക്റ്റ് ഇരുന്ന് സ്ക്രിപ്റ്റിൽ കുറച്ച് തിരുത്തു വരുത്തി കാണും, സ്വന്തം ഡയലോഗ് ആണെന്ന് തോന്നണം. പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ, അവൻ്റെയൊക്കെ ഒരാവശ്യമില്ല ഈ സിനിമയിൽ. എന്തിനു വരുന്നതെന്തോ, ചെറുക്കന് വല്ല പണി ഒപ്പിച്ചു കൊടുത്തിട്ട് ജോലിക്ക് പറഞ്ഞിട്ട് 4 പൈസ ഉണ്ടാക്കാനും സിനിമയിൽ വിട്ട് മനുഷ്യന് സമയം കളഞ്ഞു. സുരേഷ് ഗോപി കോട്ടിട്ട് കാണാൻ ആൾക്കാർക്ക് ഒരു പ്രത്യേക ഇതാണ്. പഴയ ഒരു ഫയർ ബ്രാൻഡ് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഫയറൊക്കെ കഴിഞ്ഞു. അതൊക്കെ പണ്ട്. ഇപ്പൊ ഫയറൊന്നുമില്ല, പുക മാത്രമേ ഉള്ളൂ. പുക ഇടയ്ക്കിടയ്ക്ക് അവിടെ സിഗരറ്റ് വലിക്കുമ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആരും കാണാതിരുന്ന അത്രയും നല്ലത്. OTT വരുമ്പം കാണാനേ ഉള്ളൂ. സോഷ്യൽ മെസ്സേജ് ആണ് കേരളം ഏറ്റെടുക്കുന്ന പറഞ്ഞ കൂച്ചതൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോഷ്യൽ മെസ്സേജ് ഇതിനേക്കാളും നല്ല സിനിമയൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് മോഹൻലാലിന്റെ നേരൊക്കെ ഇതിനേക്കാളും നല്ല സിനിമ. മെസ്സേജ് അല്ലല്ലോ, മെസ്സേജിൽ പ്ലസ് നമുക്ക് ഫിലിമായിട്ട് കാണാനുള്ള കണ്ടന്റ് വേണ്ട, എന്നാലേ ആ പ്രേക്ഷകനെ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എക്സ്ട്രാ വീടെ ഒരു കാര്യം ഇല്ലാതെ തോന്നി. ഒന്നുമില്ല. ഇതൊക്കെ ചുമ്മാ ഇപ്പോൾ വിവാദം ഉണ്ടാക്കുന്നത് തന്നെ ഫ്രീ പ്രൊമോഷനാണ്. 4 വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ ഓഡിയോ ലോഞ്ച് വേണ്ട, മാളിൽ പോയി പൈസ കൊടുക്കണ്ട, ആർട്ടിസ്റ്റിന്റെ പൈസ കൊടുക്കണ്ട, ഒരു ഫംഗ്ഷൻ വെക്കണ്ട, എല്ലാം ഫ്രീ. സുരേഷ് ഗോപി അവിടെ നെഗറ്റീവ് എന്ന് ഏറ്റവും പറഞ്ഞേക്കുന്നത് പാർട്ടി മാറ്റി സിനിമയെ കാണുമെന്നാ പറയുന്നത്. അല്ല, ഇത് സിനിമയല്ല, ഇത് പാർട്ടി പരിപാടി സിനിമയാക്കിയതാണ്. ഇത് സുരേഷ് ഗോപി പാർലമെന്റിൽ പറയുന്ന ഡയലോഗ് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞു, അത്രേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. ജാനകി വി ആയി തന്നെ പോയി. നമുക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പടമാണ്. കാരണം സുരേഷ് ഗോപി പാർട്ടിയിൽ പറയാൻ പറ്റാത്തത് സിനിമയിൽ വന്ന് പറയുന്നതെന്ന് തോന്നിപ്പോയി, അത്രേ ഉള്ളൂ, ഒന്നുമില്ല പടത്തിൽ. സുരേഷ് ഗോപിയുടെ മോനൊക്കെ അവിടെ പാവക്കുട്ടിയെ പോലെയൊക്കെ ഇരിക്കുന്നത്. നമുക്ക് ഒരു സീൻ എടുത്ത് പറയാൻ മാത്രമായിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ എന്തോ ഒരു അവിയൽ പരിപാടി വെച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മെയിനായിട്ട് സുരേഷ് ഗോപി സിനിമ അഭിനയിക്കുന്നതിനാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ സർക്കാരിന്റെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ സിനിമ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സെൻസർ ബോർഡ് വിഷമാക്കിയത് അതാണ്. കാരണം സിനിമ തുടങ്ങി അവസാനം നമ്മൾ നോക്കി എന്തിനാണ് ഈ പടത്തിൽ സെൻസർ ഇത്രയും വിവാദമാക്കിയത്, ഇതിന്റെ റിലീസ് ഇത്രയും മാറ്റി വെച്ച് ഇപ്പൊ കൊണ്ട് വന്നത് എന്നൊക്കെ ആലോചിച്ചോണ്ടിരുന്നത്. ക്ലൈമാക്സിൽ ആ കുറെ ഡയലോഗുകൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമയായിട്ട് കാണണം എൻഗേജ് ചെയ്യാനുള്ള ത്രില്ലർ മൊമെന്റ്സോ ടിസ്റ്റോ കാര്യങ്ങളോ നമ്മൾ ഓരോന്ന് പ്രതീക്ഷിക്കും, വരുന്നത് വേറെ ഒന്നാണ്. എന്തിനോ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഇത്രയും നേരം കൊണ്ടുവന്ന എന്താണോ അത് വെറുതെ ആക്കി കളഞ്ഞു. ആ ലെവലിലാണ് ചെയ്ത് കളഞ്ഞു. വരുന്ന ഒരു ഫയർ ബ്രാൻഡ് പെർഫോമൻസ് അങ്ങനെയൊക്കെ പറയാനുണ്ടോ? ഫസ്റ്റ് ഹാഫിൽ ആക്ച്വലി അതിൻ്റെ ഒരു ഗ്ലിംസസ് കിട്ടും, പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് ആക്ച്വലി മ്യൂട്ടഡ് ആണ്. കാരണം പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് എഴുതി, സെക്കൻഡ് ഹാഫ് നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു, പക്ഷെ അവിടോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവിടെ ഇവിടെയും പോയി ഒത്തില്ല. ഒരു പ്ലെയിൻ കോർട്ട് റൂം ഡ്രാമയായി പോയി. അല്ല, പ്ലെയിൻ കോർട്ട് റൂം ഡ്രാമ ആയില്ല, അതാണ് ഒരു പ്രശ്നം. പിന്നെ കോർട്ട് റൂം ഡ്രാമ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും പക്ഷെ അങ്ങോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർ എഴുതിയ സ്ക്രിപ്റ്റിൻ്റെ ഒരുപാട് ഡീവിയേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഒരു മുഴച്ചു നിൽക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആക്ഷൻ സുരേഷ് ഗോപിയുടെ ഒരു പെർഫോമൻസ് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കരുമല്ലോ. ഒരു മാസ് അപ്പിയറൻസ് കൊടുക്കുന്ന ക്യാരക്ടറായിട്ടാണോ? അങ്ങനെ മാസ് അപ്പിയറൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് അനാവശ്യമായി. ഓക്കെ, ഇറ്റ് വാസ് റിയലി നോട്ട് റിക്വയർഡ് ഫോർ ടോട്ടലി ഏത് ലെവൽ, ഒരു നേര് ലെവലൊക്കെയാണ് കണ്ടപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നു. ഇല്ല, ഗോകുൽ സുരേഷ് എങ്ങനെയുണ്ട്? ഗോകുലല്ലോ, മാധവ് സുരേഷ് ഒക്കെ നോ സ്കോപ്പ്. ഫയർ ബ്രാൻഡ് സുരേഷ് ഗോപി പക്ഷെ പോരാട്ടാ, ഒരു ഇതില്ല, ചുമ്മാ ജസ്റ്റ് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അനുപമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അത്ര പോരാ. എങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് ഒരു സുഖമില്ല, ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ തീരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു സെക്കൻഡ് ഹാഫ്. കോർട്ട് റൂം ഡ്രാമയായിട്ടാണോ പോകുന്നത്? ഫസ്റ്റ് ഹാഫിൽ ഏകദേശം ഇന്റർവെൽ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഡയലോഗും കാര്യങ്ങളും സെറ്റൊക്കെയാണ്. പിന്നെ അങ്ങോട്ട് വേറൊരു പാത്തിൽ കാണിച്ചിട്ട് സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. നമ്മള് മിസ് ചെയ്ത അതൊന്നും വന്നിട്ടില്ല. പിന്നെ മറ്റേ ഷാജി കൈലാസിന്റെ പഴയ പടമില്ലേ സുരേഷ് ഗോപിയുടെ, അതിലൊക്കെ പ്രതീക്ഷ ഒന്നുമില്ല. അതുപോലുള്ള സ്ട്രെങ്ത് ഡയലോഗ് ഒന്നുമില്ല, ഡയലോഗൊക്കെ ഒരു ഗുമ്മില്ല. ആദ്യ പകുതിയുടെ നല്ല സിനിമയാണ്. ആ ഒരു കോൺട്രവേഴ്സി വന്നത് ഒരു ആവശ്യമില്ലാതെ ആ മൂവിക്ക് ഒരു ഹൈപ്പ് കൊടുത്തതേ ഉള്ളൂ. ദാറ്റ് പീപ്പിൾ ഹാവ് നോൺ ദാറ്റ് ഓക്കെ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങാൻ പോകുന്നുണ്ടെന്നുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതിന് പറ്റിയ ഒരു മൂവിയാണ്. എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ അജണ്ട അങ്ങനെ ഒരു
പൊളിറ്റിക്കൽ അജണ്ട എന്നല്ല, ഇറ്റ്സ് എ സോഷ്യൽ അവയർനെസ് ടു ദ പബ്ലിക്. ഇപ്പോൾ ഈ മൂവി കണ്ടിറങ്ങിയപ്പോഴാണ് ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ആസ് എ നോർമൽ പേഴ്സൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനത്തെ ഒരു ലോ ഉണ്ട്, ദാറ്റ് ഇഫ് ദിസ് ഹാപ്പൻസ് ദിസ് ഓൾസോ ക്യാൻ ബി ഡൺ. അപ്പോൾ അതൊരു സോഷ്യലി ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു മൂവിയാണ്. ആൻഡ് എല്ലാവരും ഈ ബിക്കോസ് ഇപ്പം നടക്കുന്ന ഒരു സംഭവമാണ് അവർ ടോപ്പിക്കായിട്ട് എടുത്തേക്കുന്നത്. ഒബ്വിയസ്ലി ഇറ്റ്സ് എ റേപ്പ് കേസാണ്, പക്ഷേ അത് സോഷ്യലി റെലവൻ്റ് ആയിട്ട് എല്ലാവരും കണ്ടിരിക്കണം ദാറ്റ് ഇതാണ് വേർഡിക്റ്റ് ആയിട്ട് വരുന്നത്, ദിസ് ഓൾസോ ക്യാൻ ബി ഡൺ എന്നുള്ളത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കൊള്ളാം, പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രാമ ഫൈറ്റ് സീൻ, ഒരു 2 ഫൈറ്റ് സീൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇങ്ങനെ ഒരു പടത്തിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ 4 വട്ടം വെറും 4 വട്ടം ഈ പേര് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല. ബാക്കി തുടക്കം മുതൽ അവസാനം വരെ ഈ പേര് പറയുന്നുണ്ട്, ജാനകി എന്ന് പറയുന്ന പേര് പറയുന്നുണ്ട്. പിന്നെ ഈ 4 വട്ടം മാത്രമായിട്ട് എന്തിനാണ് മ്യൂട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരുപാട് ഈ വിവാദം ഇതൊക്കെ വന്നതുകൊണ്ടായിരിക്കും. സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മൾ ഒരുപാട് കോർട്ട് റൂം ഡ്രാമ ആ ഒരു സെയിം മോഡൽ കുറെ കണ്ടു, നേര് അതുപോലെ തന്നെ ജനഗണമന അതിന്റെയൊക്കെ പോലത്തെ ഒരു അതുപോലെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അത്രയും അതുപോലെ ഫുള്ളി ഒരു കോർട്ട് ഡ്രാമയാണ് വരുന്നത്. സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ അവസാനം ക്ലൈമാക്സ് എത്തുമ്പോൾ മാത്രം അത്യാവശ്യം നല്ല രീതിക്ക് ടൈറ്റ് ആകുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് എന്താ ഈ പ്രതിയെ പിടിക്കുന്നതൊക്കെ അല്പം കൂടെ ടൈറ്റ് ആക്കണമെന്ന് എനിക്ക് തോന്നി. ബാക്കി ഓക്കെയാണ്. പിന്നെ ഇത് കൊള്ളാമെന്ന്, പക്ഷെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചല്ല വന്ന, എന്നാലും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത സ്റ്റോറിയിലും ത്രില്ലും ട്വിസ്റ്റും ഒക്കെ ഉണ്ടോ? അങ്ങനെ ടേണൊക്കെ ഉണ്ടോ? ഉണ്ടെന്ന് പറയാം. എന്നാലും ഇത് ഞാൻ എനിക്കും അങ്ങനെ കമ്പയർ ചെയ്യുന്നതിനോട് ഇതില്ല, പക്ഷെ പല സിനിമയും വെച്ചിട്ട് തോന്നില്ല. പഴയ സുരേഷ് ഗോപിയുടെ ഒരു അഡ്വക്കേറ്റ് ക്യാരക്ടർ വന്ന ആ ഒരു പവർ പാക്ഡ് പെർഫോമൻസ് അത്രയും ചിന്താമണി കൊലക്കേസൊക്കെ സത്യം നല്ല ഇതായിരുന്നു. പല പടം എനിക്ക് ഇത് കണ്ടപ്പോൾ പല ഇതേപോലത്തെ ജനഗണമനയായാലും അത്ര ഇത് വരുന്നില്ല. സുരേഷ് ഗോപിയെ കോട്ടിട്ട് ഫയർ ബ്രാൻഡായി കാണാനിരുന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. കാര്യം നമ്മളെ പ്രതീക്ഷിച്ചതിനെ കാട്ടി നമ്മളെ വിചാരിച്ച പടം കൊള്ളില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ വൻ പ്രതീക്ഷ തന്നെ പടം തന്നെ. സമൂഹത്തിൽ നല്ലൊരു മാറ്റമാണ് ഈ പടം. പിന്നെ ഇതിൻ്റെ പേരും ചൊല്ലിയൊക്കെ ഭയങ്കര തർക്കവും കാര്യങ്ങളും. അത് സിനിമയായിട്ട് കാണാം, കഥയിൽ ചോദ്യമില്ല. എന്നാലും സുരേഷ് ഗോപി കാണാൻ പ്രതീക്ഷിച്ചൊരു മാസ് വന്നില്ല ആ ഒരു ക്യാരക്ടർ. നമ്മൾ മാസല്ലോ പെർഫെക്റ്റ് ലോയറായിട്ടൊക്കെ പറഞ്ഞ വേറെ ലെവല്, ഒരു രക്ഷയില്ല. നേര് പോലെ ഒരു സൈലന്റ് ഹിറ്റ് അടിക്കും കോർട്ട് റൂം ഡ്രാമ വെച്ച്. ഉറപ്പായിട്ടും നേര് പോലെ ഒരു വേറെ സൈലന്റ് ഹിറ്റ് അടിക്കുന്ന ഒരു സാധനം തന്നെയാണ്. പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പുള്ളി എടുത്ത് ബ്രോ ചിലപ്പോൾ ആറെല്ലാം ചെന്നിട്ടുണ്ട്, വേറെ ഒന്നുമില്ല ബ്രോ. ജനഗണമന നേര് ഒരു ഗും ഫീലുണ്ട് ഇല്ല, പക്ഷെ പടം മീസ് എല്ലാം കൊള്ളാം. അത് അഭിനയം കുറ്റമില്ല, ഇതില്ല. ഇന്ന ഒരു പടം എടുത്ത സത്യം പറഞ്ഞാൽ മറ്റേ കേസ് വലിച്ചിട്ടേ കുറ്റം പറഞ്ഞില്ല. ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള ലാസ്റ്റ് ക്ലൈമാക്സ് 20 മിനിറ്റാണ് കൊണ്ട് വെച്ചേക്കണം. അത്ര ലാഗണ കാര്യമില്ല. പടം മീസ് കൊള്ളാം, പക്ഷെ നമുക്കൊരു ഗും ഫീൽ ഇല്ല. ഓക്കെ പടം ഡയലോഗും ആക്ഷൻ ഒക്കെ ആയിട്ട് എന്നാലും അത്ര ഇത് പറയാനില്ല. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഞാൻ. ഈ കഥ മനസ്സിലായി, കഥ അറിയാൻ പറ്റി, അറിയാൻ പറ്റി. ത്രില്ലടിപ്പിച്ചോ? ത്രില്ല് ഇല്ല. സെൻസിറ്റീവ് കണ്ടന്റ് ആണ്, പക്ഷേ വളരെ മോശം പ്രസന്റേഷനാണ്. ഡയറക്ഷൻ എക്സിക്യൂഷനൊക്കെ വളരെ മോശമാണ്. നമുക്ക് എന്താ പറയണ്ടേ, നല്ലൊരു സെൻസിറ്റീവ് കണ്ടന്റിനെ ആ രീതിയിൽ എടുക്കാമായിരുന്നു. പിന്നെ കാസ്റ്റിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും. സുരേഷ് ഗോപിയാണ് സേവിങ് ഗ്രേസ്. പക്ഷേ ഞാനിപ്പോഴും പറഞ്ഞത് മറ്റേ നമ്മൾ ഈ നെപ്പോ കിഡ്സിനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് അപ്പുറത്തുള്ള നല്ല ആർട്ടിസ്റ്റുകളെയാണ് നമുക്ക് മിസ് ചെയ്യുന്നത് ഫിലിമിലോട്ട്. മിസ്കാസ്റ്റ് എസ്പെഷ്യലി ഈ മാധവ് സുരേഷും അതുപോലെ അസ്കർ അലി, ഇവരൊക്കെ നല്ല ക്യാരക്ടർക്ക് കൊണ്ടുവരാവുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. വളരെ മോശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഫിലിമിനെ എഫക്ട് ചെയ്യും. ജോണർ ക്രൈം ത്രില്ലർ ആണോ? അത് ഈ പറഞ്ഞ പോലെ ഈ കോർട്ട് റൂം ഒക്കെ എല്ലാം കൂടെ ചെയ്ത ഒരു, പിന്നെ ക്ലൈമാക്സ് എൻഡിങ് ഒക്കെ ഒരു കൊമേഴ്ഷ്യലൊക്കെ കൊണ്ടുവരാൻ നോക്കി. പക്ഷെ പടം പറഞ്ഞ പോലെ സെൻസിറ്റീവ് കണ്ടന്റിനെ വളരെ മോശം പ്രസന്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാരക്ടർ ഉണ്ട് സുരേഷ് ഗോപി, പഴയ വലിയ ഡയലോഗ്സ് ആകെ ഒരു സേവിങ് ഗ്രേസ് ഫിലിമിന്റെ. എങ്ങനെയാണ്, ഒരു ടെംപ്ലേറ്റ് സ്റ്റോറി ആയി പോയതാണോ, പ്രഡിക്റ്റബിൾ ആയി പോയതാണോ, അതോ മേക്കിംഗ് വൈസ് പാളിയതാണോ? മേക്കിംഗ് വൈസ് ആണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിരിക്കുന്നത്. വളരെ മോശം മേക്കിംഗ് ആണ് ഫിലിമിന്റെ. എതിരായ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉള്ള സിനിമയായിട്ട് തോന്നി. തീർച്ചയായിട്ടും തോന്നി. അവസാനമൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും തോന്നും. അത് വ്യക്തമായിട്ട് ഇത് തന്നെ പറയുന്നുണ്ട്, തോന്നി. ഇനി അപ്പോൾ നമ്മൾ ആസ് എ സിനിമ എന്ന് കണ്ട സിനിമ എലമെന്റ്സ് കൊമേഴ്ഷ്യലായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന എലമെന്റ്സും ത്രില്ലടിപ്പിച്ച് അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? എന്തെന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് അഡിച്ചിങ് സാധനമൊന്നുമല്ല. ഒരു ഓക്കെ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പൂർണ്ണ തോതിലുള്ള ഒരു തൃപ്തി സെക്കൻഡ് ഹാഫിൽ തീരെയില്ല. ഫസ്റ്റ് ഹാഫ് വാസ് വെരി നൈസ്, വെരി ഓസം ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുപോയപ്പോഴേക്കും സാധാ ഒരു മസാല പാറ്റേണിൽ പോയോ? തീർച്ചയായിട്ടും. പക്ഷെ അവസാനമാവുന്ന സമയത്ത് ഒരു കലാകാരൻ ചെയ്യാൻ പാടില്ലാത്ത, പ്രത്യേകിച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്.
കാരണം വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് ഇവിടുത്തെ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അത് ആരോ ആയിക്കോട്ടെ, കോൺഗ്രസ് ഭരിക്കുന്ന ആയിക്കോട്ടെ, BJP ഭരിക്കുന്ന ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. ഇതേപോലെ എമ്പുരാനിൽ നമ്മുടെ വേറെ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രതികരിച്ചവനാണ് ഞാൻ. അല്ലേ, അറിയാമല്ലോ. അതേപോലെ തന്നെയാണ് ഈ സിനിമയിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ വളരെ മോശമായിട്ട്, അത് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. അതെന്ത് അജണ്ടയുടെ ഭാഗമാണെന്ന് അറിയത്തില്ല. അത് വിവാദമാവും, കേരളം കത്തിക്കും. ആര്? ഞാൻ സിനിമ അതിനുള്ള സംഭവമൊന്നുമില്ല. കാരണം ഇത് 2 ദിവസം കൊണ്ട് ഇതിൻ്റെയൊക്കെ പോകും. ഫസ്റ്റ് നമ്മൾ ട്രെയിലർ കണ്ടിട്ട് സിനിമ കാണാൻ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷ അല്ല ഫസ്റ്റ് ഹാഫ്. നമുക്കൊരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മളൊരു നല്ലൊരു പടമാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, ഒരു പറയാൻ ട്വിസ്റ്റാണ്. നമ്മൾ ട്രെയിലർ കണ്ടിട്ട് വരുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് കണ്ടിന്യൂ ചെയ്തില്ല, നമ്മൾ അധികം ഇതാക്കിയില്ല. പക്ഷെ ഓവറോൾ പടം നല്ലൊരു ഫീൽ ഗുഡ്, നല്ലൊരു മൂവിയാണ്. പൊളിറ്റിക്കൽ മെസ്സേജും കാര്യങ്ങളും അല്ലാതെ സിനിമ അങ്ങനെ ഉണ്ട്. ടോട്ടലി സിനിമ നല്ല ഫിലിമാണ്, നല്ലൊരു കോർട്ട് റൂം ഡ്രാമ എന്ന് പറയാം. നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് ഇതെല്ലാം ഉണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെയും അനുപമയുടെയും പെർഫോമൻസ്, എനിക്ക് തോന്നുന്നു അനുപമ ഒരുപാട് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് കുറച്ച് ചെറിയ ക്യാരക്ടർ റോൾ അതേ ഉള്ളൂ. പക്ഷേ അവരുടെ ഒരു മുഴുനീള കഥാപാത്രം അവർ ഭംഗിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെ കുറേ പഞ്ച് ഡയലോഗ്സ് ഒക്കെ പുള്ളിയെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വിവാദം, ഈ എൻ്റെ പേര് പറഞ്ഞ് എന്തിനാണ് വിവാദം എന്ന് എനിക്ക് സിനിമ കണ്ടിട്ട് ഒന്നും പിടികിട്ടിയില്ല. കാരണം 1-2 ഈ സിനിമയുടെ ഈ പേര് ജാനകി എന്നുള്ള പേര് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലായിടത്തും ഈ പേര് അല്ലാതെ ഫയൽ ചെയ്യുന്ന അല്ലാതെ രംഗങ്ങളിലെല്ലാം ഈ ജാനകി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ജാനകി എന്നുള്ള പേര് പറയുന്നുണ്ട്. പിന്നെ ഈ 2 മാത്രം 2-3 ഇടത്ത് മാത്രം ഈ പേര് മ്യൂട്ട് ചെയ്തിട്ട് എന്താണ്, വളരെ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നല്ലൊരു സിനിമയെ, 1 മാസം മുമ്പ് ഇറങ്ങേണ്ട സിനിമയെ വെറുതെ ആവശ്യമില്ലാതെ എന്തോ ആരുടെയൊക്കെ പിടിവാശിക്ക് വേണ്ടിയിട്ട് 1 മാസം നീട്ടിക്കൊണ്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നല്ല സിനിമയാണ്. നമ്മൾ തുടക്കം മുതൽ നമുക്ക് ഒടുക്കം വരെ യാതൊരു ലാഘവില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരുപാട് ഈ നേരും ഇതൊക്കെ പോലെ നമ്മുടെ ഏതാണ് ജനഗണമനയൊക്കെ പോലെ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് ത്രില്ലർ അങ്ങനെ ഒരു കോർട്ട് റൂം ഡ്രാമ ഉണ്ട്. ആണ് ഒരുപക്ഷെ നേരിനെ ഒപ്പം വെക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് ഈ സിനിമ. രണ്ടിലും ഏകദേശം സമാനമായിട്ടുള്ള വിഷയമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സമൂഹത്തിന് നേരെയുള്ള കുറേ ചോദ്യങ്ങൾ സുരേഷ് ഗോപിയുടെ ഡയലോഗ്സ് കൂടെ പറയുന്നുണ്ട്. പിന്നെ